നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് സ്വർണത്തിന്റെ വില കുതിച്ചുയരുമ്പോൾ കറുത്ത പൊന്നിനും സ്ഥിതി വ്യത്യസ്തമല്ല. നിലവിൽ കുരുമുളകിന്റെ വില 640 രൂപയിലേക്ക് ഉയർന്നതായാണ് വിപണി വിവരം. കഴിഞ്ഞ വർഷത്തെ കൊടും വേനലും 8 മാസം ദീർഘിച്ച മഴയും നാട്ടിലും മലനാട്ടിലും കുരുമുളക് ഉൽപാദനത്തിൽ കുറവ് വരുത്തി. കഴിഞ്ഞ വർഷം ലഭിച്ചതിനേക്കാൾ നേർപകുതിയാണ് ഇക്കൊല്ലം ചെടികളിൽ വിളഞ്ഞത്. മുളക് ചരടിൽ കായ്പിടുത്തം കുറഞ്ഞതും മറ്റൊരു പരിമിതിയാണ്. വിദേശ വിപണിയിലും കുരുമുളകിന് ഡിമാൻഡ് കൂടി വരികയാണ്. 2014 കിലോയ്ക്ക് 750 രൂപയെന്ന റെക്കോർഡ് നിരക്കിലേക്ക് കുരുമുളക് വില ഉയർന്നത്. നിലവിലെ നിരക്ക് വർധനയിലൂടെ ഈ റെക്കോർഡ് വീണ്ടും മറികടക്കുമോ എന്നാണ് കർഷകർ ഉറ്റുനോക്കുന്നത്. വിയറ്റ്നാം, ശ്രീലങ്ക, ഇന്തോനേഷ്യ, ബ്രസീൽ തുടങ്ങിയ മുൻനിര രാജ്യങ്ങളിലും നിലവിൽ കുരുമുളക് ഉൽപാദനം നന്നേ കുറവാണ്. മധ്യ കേരളത്തിൽ കുരുമുളക് വിളവെടുപ്പ് ഏറെക്കുറെ പൂർത്തിയായി. ഇടുക്കിയിലും വയനാട്ടിലും പ്രതീക്ഷിച്ച തോതിൽ വിളവ് ഇത്തവണ ലഭിച്ചിട്ടുമില്ല. ഇടുക്കിയിൽ ഒട്ടേറെ തോട്ടങ്ങൾ കഴിഞ്ഞ വേനലിൽ കരിഞ്ഞുപോയതും മഴയിൽ തിരികൾ വീണുപോയതും ചെടികൾക്ക് കീടബാധ ഉണ്ടായതുമൊക്കെ വിളവിനെ വലിയ രീതിയിൽ ബാധിച്ചു. ഹൈറേഞ്ചിൽ പതിവിനും മുൻപേ കുരുമുളക് വിളഞ്ഞ് പഴുത്തതിനാൽ അടുത്ത മാസം വിളവെടുപ്പ് പൂർത്തിയാകും. അവിടെ വിളവ് കുറഞ്ഞതും വില ഉയരാൻ കാരണമായിട്ടുണ്ട്. ഉയർന്ന പകൽ ചൂടിൽ മുളകുമണികൾ അടർന്നു വീഴുന്നതാണ് കുരുമുളക് കർഷകരെ കൂടുതൽ ആശങ്കയിലാക്കുന്നത്. ഗാർബിൾഡ് കുരുമുളക് ഇന്നലെ 650 രൂപയ്ക്ക് വരെയാണ് വ്യാപാരം നടന്നത്. അൺഗാർബിൾഡ് വില 620 രൂപയായിരുന്നു. 3 ദിവസത്തിനുള്ളിൽ കിലോയ്ക്ക് 45 രൂപയാണ് കുരുമുളകിന് വർദ്ധിച്ചത്. വിദേശ വിപണിയിലും കുരുമുളക് വില ഉയരുകയാണ്. അതിന്റെ പ്രതിഫലനമാണ് ഇവിടെയും കാണുന്നതെന്നാണ് വ്യാപാരികൾ പറയുന്നത്. വില ഉയരുമെന്ന പ്രതീക്ഷയിൽ മലഞ്ചരക്ക് വ്യാപാരികൾ മുളക് സ്റ്റോക്ക് ചെയ്യുന്നുമുണ്ട്.